IRT ചെയ്യുന്നതിനായി നമുക്ക് വിരിയിൽ മലർന്നു കിടക്കാം. കാലുകൾ അകറ്റി വയ്ക്കുക, കൈപ്പത്തി ആകാശത്തേക്ക് മലർത്തി വയ്ക്കുക. പാദം മുതൽ ശിരസ് വരെയുള്ള ഭാഗങ്ങൾ അയഞ്ഞ് കിടക്കുക. മുഴുവൻ ശരീരവും അയഞ്ഞ് തളർന്ന് കിടക്കട്ടെ. IRT ഇൻസ്റ്റന്റ് റിലാക്സേഷൻ ടെക്നിക്സ്. നമ്മുടെ ശ്രദ്ധയൊന്ന് വലത് കാലിലേക്ക് കൊണ്ടുവരാം. ദീർഘമായൊന്ന് ശ്വാസം എടുക്കുക. ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക. then വലത് കാലിൻ്റെ വിരൽ മുന്നോട്ട് വലിക്കുക. വലത് കാലിൻ്റെ പാദം വലിക്കുക. കാഫ് മസിൽസ്, വലത് കാൽമുട്ട്, വലത് തൈസ്, ബട്ടക്സ് നന്നായി ടൈറ്റ് ചെയ്യുക. വലത് കാൽ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. വലത് കാൽ പൂർണ്ണമായി അയഞ്ഞു കിടക്കട്ടെ. വലത് കാലിൻ്റെ അയവിനെ നിരീക്ഷിക്കൂ. വലത് കൈ ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യാം. വലത് കൈ ടൈറ്റ് ചെയ്യുക. വലത് കൈ ഒന്ന് ചുരുട്ടി പിടിക്കുക. മുഷ്ടി നന്നായി ചുരുട്ടുക. കൈയുടെ മണിബന്ധം, കൈമുട്ട്, കൈയുടെ മസിൽ പേശികൾ, തോൾ പലക, വലത് കൈ നന്നായി ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. വലത് കൈ പൂർണ്ണമായി അയച്ചിടുക. വലത് കൈയുടെ അയവിനെ നിരീക്ഷിക്കുക. ഇടത് കാൽ, ശ്രദ്ധ ഇടത് കാലിലേക്ക് കൊണ്ടുവരിക. ദീർഘമായി ശ്വാസം ഒന്ന് എടുക്കുക. ശ്വാസം ഹോൾഡ് ചെയ്യുക. ഇടത് കാലിൻ്റെ പാദം മുന്നോട്ട് വലിക്കുക. ആംഗിൾസ്, കാഫ് മസിൽസ്, ഇടത് കാലിൻ്റെ മുട്ട് ടൈറ്റ് ചെയ്യുക. തൈസ് ടൈറ്റ് ചെയ്യുക. ബട്ടക്സ് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. ഇടത് കാൽ പൂർണ്ണമായി അയഞ്ഞു കിടക്കട്ടെ. എവിടെയും മുറുക്കം അനുഭവപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഇടത് കൈ ദീർഘമായി ഒന്ന് ശ്വാസം എടുക്കാം. ശ്വാസം ഹോൾഡ് ചെയ്യുക. ഇടത് കൈ നന്നായി ചുരുട്ടി പിടിക്കുക. നന്നായി ബലം കൊടുക്കുക. കൈ മുട്ടുകൾ ടൈറ്റ് ചെയ്യുക. കൈയുടെ മസിൽ പേശികൾ ടൈറ്റ് ചെയ്യുക. തോളുകൾ ടൈറ്റ് ചെയ്യുക. ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. ഇടത് കൈ പൂർണ്ണമായി അയഞ്ഞു വരട്ടെ. വലത് സൈഡ്, വലത് കാലും വലത് കൈയും ഒരുമിച്ച് ടൈറ്റ് ചെയ്യണം. വീണ്ടും ദീർഘമായി ശ്വാസം ഒന്ന് എടുക്കുക. ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്യുക. വലത് കാലും മുന്നോട്ട് നന്നായി വലിക്കുക. കാഫ് മസിൽസ് വലിക്കുക. തൈസ് വലിക്കുക. വലത് ബട്ടക്സ് ടൈറ്റ് ചെയ്യുക. വലത് കൈ മുഷ്ടി ചുരുട്ടി പിടിക്കുക. താഴേക്ക് വലിച്ചു പിടിക്കുക. കൈയുടെ മസിൽ പേശികൾ മുറുക്കുക. തോളുകൾ മുറുക്കുക. വലത് ഭാഗം പൂർണ്ണമായിട്ട് ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. വലത് സൈഡ് പൂർണ്ണമായി അയഞ്ഞു കിടക്കുക. വലത് സൈഡിലെ അയവിനെ നിരീക്ഷിക്കുക. ഇടത് ഭാഗം ദീർഘമായൊന്ന് ശ്വാസം എടുത്ത് ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് ഇടത് കാലിനെ മുന്നോട്ട് വലിച്ച് കാഫ് മസിൽസ് വലിച്ച് ഇടത് കാലിൻ്റെ മുട്ട് ടൈറ്റ് ചെയ്ത് തൈസ് ടൈറ്റ് ചെയ്ത് ബട്ടക്സ് ടൈറ്റ് ചെയ്ത് കൈകൾ ചുരുട്ടി താഴേക്ക് വലിച്ചു പിടിച്ച് കൈമുഷ്ടി നന്നായി മുറുക്കി തോളുകൾ മുറുക്കി തോൾ മുതൽ താഴേക്ക് ഇടത് സൈഡ് പൂർണ്ണമായിട്ട് ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. പൂർണ്ണമായി ഇടത് ഭാഗം അയച്ചിടൂ. ഫീൽ ദ റിലാക്സേഷൻ. രണ്ട് കാലും കൈയും ഒരുമിച്ച് ബോഡി ടൈറ്റ് ചെയ്യും. കൈയും കാലും ഒന്ന് അടുപ്പിച്ച് വയ്ക്കുക ശരീരത്തോട്. രണ്ട് കാലിൻ്റെയും വിരലുകൾ മുന്നോട്ട് വലിക്കുക. കാലിൻ്റെ പാദം മുന്നോട്ട് നന്നായി വലിക്കുക. കാഫ് മസിൽസ് ടൈറ്റ് ചെയ്യുക. കാൽമുട്ട് ടൈറ്റ് ചെയ്യുക. തൈസ് ടൈറ്റ് ചെയ്യുക. ബട്ടക്സ് ടൈറ്റ് ചെയ്യുക. മലദ്വാര ഉള്ളിലേക്ക് നന്നായി വലിച്ചു പിടിക്കുക. കൈകൾ നന്നായി ചുരുട്ടി പിടിക്കുക. താഴേക്ക് വലിച്ചു പിടിക്കുക. കൈയുടെ മുട്ട് നന്നായി മുറുക്കുക. തോള് മുറുക്കുക. തോൾ പലകകൾ നന്നായി മുറുക്കുക. ശ്വാസം വിട്ട് വയറിനെ താഴേക്ക് നന്നായി അമർത്തി കൊണ്ടുവരിക. ശ്വാസം എടുത്തുകൊണ്ട് നെഞ്ച് നന്നായി വികസിപ്പിച്ചു കൊണ്ടുവരിക. നട്ടല് താഴേക്ക് അമർത്തി പിടിക്കുക. ഫുൾ ബോഡി ടൈറ്റ് ചെയ്യുക. നട്ടല് താഴേക്ക് അമരട്ടെ. ടൈറ്റ് 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 ആൻഡ് റിലാക്സ്. പൂർണ്ണമായി ശരീരം അയച്ചിടൂ. കൈകൾ അകറ്റി വയ്ക്കുക. പാദങ്ങൾ അകറ്റി വയ്ക്കുക. കൈപ്പത്തി ആകാശത്തേക്ക് മലർത്തി വയ്ക്കുക.
ശരീരത്തിൻ്റെ അയവിനെ നിരീക്ഷിക്കൂ. ശരീരം എവിടെയും മുറുകിക്കിടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അരയ്ക്ക് താഴേക്ക് ഇരുകാലുകളും അയഞ്ഞു കിടക്കട്ടെ. പുറത്തെ പേശികളെല്ലാം അയഞ്ഞ് നട്ടലിന് പൂർണ്ണമായ അയവനുഭവപ്പെടട്ടെ. ഇരു കൈകളും അയഞ്ഞു കിടക്കട്ടെ. ശിരസിന് വിശ്രമം അനുഭവപ്പെടട്ടെ. ഉദര പേശികളും നാഭീപേശികളും എല്ലാം അയഞ്ഞു കിടക്കട്ടെ. നെഞ്ചിലെ പേശികൾക്ക് പൂർണ്ണ വിശ്രമം അനുഭവപ്പെടട്ടെ. ശ്രദ്ധയെ ശിരസിൻ്റെ പിൻഭാഗത്ത് നിലത്ത് സ്പർശിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരിക. അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. ശിരസിൻ്റെ പിൻഭാഗം, രണ്ട് തോളുകൾ നിലത്ത് പതിഞ്ഞിരിക്കുന്ന ഭാഗം നിരീക്ഷിക്കുക. അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. തോളുകൾ നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗം, അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. ഇരു കൈകളും നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ നിരീക്ഷിക്കുക. അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. അരക്കെട്ട് നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗം നിരീക്ഷിക്കുക. അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. നട്ടലിന് മുകളിലേക്ക്, അരക്കെട്ടിന് മുകളിലേക്ക് പുറം ഭാഗം നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗം നിരീക്ഷിക്കുക. അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. ബട്ടക്സ് നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗം നിരീക്ഷിക്കുക. അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. അരയ്ക്ക് താഴേക്ക് ഇരു കാലുകളും നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗം നിരീക്ഷിക്കുക. അവിടെ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. മുഴുവൻ ശരീരവും നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗത്തെ നിരീക്ഷിക്കുക. അവിടെ അനുഭവപ്പെടുന്ന റിലാക്സേഷൻ നിരീക്ഷിക്കുക. അവിടെ അനുഭവപ്പെടുന്ന സംവേദനങ്ങളെ അറിയുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കൈകൾ നെഞ്ചിന് മുകളിൽ തൊഴുതു പിടിക്കാം. പ്രാണസ്യേദം വശേ സർവം ത്രിദിവേയത് പ്രതിഷ്ഠിതം മാതേവ പുത്രാൻ രക്ഷസ്വ ശ്രീശ്ച പ്രജ്ഞാശ്ച വിദേഹിനേതി. ശാന്തി ശാന്തി പ്രാണിക് എനർജൈസേഷൻ ടെക്നിക്സ്. നമ്മുടെ ശ്രദ്ധയെ ശ്വാസഗതിയിലേക്ക് കൊണ്ടുവരിക. രണ്ട് നാസികയിലും കൂടി ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തെയും രണ്ട് നാസികയിലും കൂടി പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെയും മനസ്സുകൊണ്ട് കാണുക.
രണ്ട് നാസാദ്വാരങ്ങളെയും സ്പർശിച്ചിട്ടാണ് ശ്വാസം ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും അതിൻ്റെ സ്പർശനം നമുക്ക് നാസാദ്വാരങ്ങളിൽ അറിയുവാൻ കഴിയുന്നുണ്ട്. ഉള്ളിലേക്ക് വരുന്ന ശ്വാസത്തിന് ചെറിയ കുളിർമ അനുഭവപ്പെടുന്നുണ്ട്. പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിന് ചെറിയ ചൂടും അനുഭവപ്പെടുന്നുണ്ട്. നാസാഗ്രങ്ങളിൽ അനുഭവപ്പെടുന്ന താപവ്യത്യാസത്തെ നിരീക്ഷിക്കുക. ശ്വാസം എടുക്കുമ്പോൾ കുളിർമയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ചെറിയ ചൂടും അനുഭവപ്പെടും. ശ്വാസം നാസികയിലൂടെ ഉള്ളിലേക്ക് കടന്ന് കണ്ഠനാളത്തിൻ്റെ ഭാഗത്തെത്തി ശ്വാസകോശങ്ങളിലേക്ക് പ്രവേശിക്കുകയും ശ്വാസകോശം വികസിച്ചു വരികയും ചെയ്യുന്നത് അറിയുക. ശ്വാസകോശങ്ങൾ സങ്കോചിക്കുമ്പോൾ ഉച്ഛ്വാസവായു പതിയെ കണ്ഠനാള ഭാഗത്തേക്കെത്തി രണ്ട് നാസികയിലൂടെയും വളരെ സാവധാനത്തിൽ പുറത്തേക്ക് പോവുകയും ചെയ്യും. ശ്വാസം എടുക്കുമ്പോഴുള്ള കുളിർമ നാസികയിൽ നിന്ന് കണ്ഠനാളത്തിലേക്കെത്തി ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ നമുക്കത് അറിയുവാൻ കഴിയുന്നു. തിരിച്ച് ശ്വാസകോശത്തിൽ നിന്ന് ചൂടുള്ള വായു കണ്ഠനാളത്തിലൂടെ നാസികയിലൂടെ പതിയെ പുറത്തേക്ക് പോകും. മനസ്സുകൊണ്ട് ഒന്ന് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യാം. ശ്രദ്ധയെ ശ്വാസഗതിയിൽ തന്നെ കേന്ദ്രീകരിക്കുക. വളരെ സാവധാനം ഇടതുമൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വരുന്നതായി സങ്കല്പിക്കുക. ശ്വാസം എടുക്കുമ്പോൾ ഇടതുമൂക്കിൽ, ശ്വാസം വിടുമ്പോൾ വലതുമൂക്കിലൂടെ സാവധാനം ശ്വാസം പുറത്തേക്ക് പോകുന്നതായി അറിയുക. വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ വലതുമൂക്കിലൂടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതായും ശ്വാസം വിടുമ്പോൾ ഇടതുമൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് പോകുന്നതായും അറിയുക. മനസ്സുകൊണ്ട് നാഡീശുദ്ധി പ്രാണായാമം. മനസ്സുകൊണ്ട് ശ്വാസത്തെ ഓരോ നാസികയിലൂടെയും എടുത്ത് പുറത്തേക്ക് വിടാം. ഇടതുമൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിട്ട് അവസാനിപ്പിക്കാം. മനസ്സുകൊണ്ട് ഇടതുമൂക്കിലൂടെ ശ്വാസത്തെ പുറത്തേക്ക് വിട്ട് അവസാനിപ്പിക്കാം. മനസ്സ് ശാന്തമാണ്. നമ്മുടെ രണ്ട് നാസികയും ഇപ്പോൾ തുറന്നിട്ടാണുള്ളത്. സങ്കല്പ, നമ്മുടെ ഉള്ളിലേക്ക് ഒരു സങ്കല്പത്തെ കൊണ്ടുവരിക. എനിക്ക് നല്ല ആരോഗ്യവും ഉണർവും അനുഭവപ്പെടുന്നുണ്ട്.
എനിക്ക് നല്ല ആരോഗ്യവും ഉണർവും അനുഭവപ്പെടുന്നുണ്ട്. എനിക്ക് നല്ല ആരോഗ്യവും ഉണർവും അനുഭവപ്പെടുന്നു. പെരിയ കൈകളെ ചിൻമുദ്രയിലേക്ക് കൊണ്ടുവരിക. രണ്ട് കൈയിലും ചിൻമുദ്ര പിടിക്കുക. കൈകൾ താഴെ തന്നെ. പെരുവിരലും ചൂണ്ടുവിരലും ചേർന്ന് സ്പർശിച്ച് മെറ്റുവിരലുകൾ നിവർന്നിരിക്കും. പെരുവിരലും ചൂണ്ടുവിരലും ചേർന്ന് സ്പർശിച്ചിരിക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ അനുഭവപ്പെടുന്ന നാഡിമിടിപ്പുകളെ നിരീക്ഷിക്കുക. അല്പമൊന്ന് കൈ സാവധാനം പ്രസ് ചെയ്ത് പിടിക്കുക. വിരലുകളുടെ അഗ്രം അല്പമൊന്ന് പ്രസ് ചെയ്യുക. ഫീൽ ദ സെൻസേഷൻ. അവിടെ അനുഭവപ്പെടുന്ന സംവേദനങ്ങൾ, നാഡീസ്പന്ദനം, അതിനെ നിരീക്ഷിക്കൂ. വളരെ സാവധാനം വിരലുകളുടെ അഗ്രം അയച്ചു കൊണ്ടുവരിക. ആ സമയത്ത് ആ നാഡിമിടിപ്പുകൾ തലച്ചോറിലേക്ക് യാത്ര ചെയ്യുന്നതായി അറിയുക. തലച്ചോറിൽ നാഡീസ്പന്ദനങ്ങളെ നിരീക്ഷിക്കുക. വീണ്ടും വളരെ സാവധാനം കൈയുടെ വിരലിൻ്റെ അഗ്രഭാഗം സ്പർശിച്ച് പതിയെ ഒന്ന് അമർത്തി പിടിക്കുക. നാഡീസ്പന്ദനം കൈകളിലേക്ക് കടന്നു വരുന്നതായി അറിയുക. മുദ്രയിൽ പ്രാണന്റെ സ്പന്ദനങ്ങളെ നിരീക്ഷിക്കുക. പതിയെ കൈകൾ റിലീസ് ചെയ്യാം. വിരലുകളുടെ അഗ്രം അയച്ചു കൊണ്ടുവരുമ്പോൾ ആ സ്പന്ദനങ്ങൾ തലച്ചോറിലേക്ക് പോകുന്നതായി അറിയുക. തലച്ചോറിൽ ആ നാഡീസ്പന്ദനത്തെ അറിയാനായി ശ്രമിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി വിരലുകളുടെ അഗ്രഭാഗം പതിയെ ചേർത്തു പതിയെ ഒന്ന് അമർത്തി പിടിക്കാം. കൈകളുടെ ഉള്ളിൽ പ്രാണസ്പന്ദനത്തെ അറിയുക, നാഡീസ്പന്ദനത്തെ അറിയുക. പതിയെ കൈകൾ റിലീസ് ചെയ്യാം. മുദ്ര പതിയെ അയച്ചു കൊണ്ടുവരാം. ആ നാഡീസ്പന്ദനം കൈകളിലൂടെ ശിരസിലേക്ക് യാത്ര ചെയ്യുന്നതായി അറിയുക. ശിരസിൽ പ്രാണസ്പന്ദനത്തെ അറിയുക. സാവധാന മുദ്രകൾ ഒഴിവാക്കുക. ശിരസിൽ അനുഭവപ്പെടുന്ന പ്രാണസ്പന്ദനത്തെ നിരീക്ഷിക്കുക. ഇരു കൈകളിൽ നിന്ന് ശിരോമധ്യം വരെയുള്ള ഭാഗത്ത് പ്രാണന്റെ തുടിപ്പ്, നാഡികളുടെ സ്പന്ദനം അറിയാനായി ശ്രമിക്കുക. ചിന്മയ മുദ്ര. താഴത്തെ 3 വിരലുകൾ മടക്കി പെരുവിരലും ചൂണ്ടുവിരലും ചേർത്ത് സ്പർശിച്ചു വയ്ക്കുക. ചിന്മയ മുദ്ര. ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ ഇവ ഉള്ളം കൈയിലേക്ക് മടക്കി ചൂണ്ടുവിരലിൻ്റെ അഗ്രവും പെരുവിരലിൻ്റെ അഗ്രവും തമ്മിൽ ചേർത്ത് സ്പർശിച്ചു വയ്ക്കും. താഴത്തെ 3 വിരലുകൾ പതിയെ ഉള്ളിലേക്ക്, ഉള്ളം കൈയിലേക്ക് ഒന്ന് പതിയെ പ്രസ് ചെയ്യുക. Then feel the sensation. കൈകളിൽ അനുഭവപ്പെടുന്ന നാഡീസ്പന്ദനത്തെ നിരീക്ഷിക്കൂ. പതിയെ വിരലുകളൊന്ന് റിലീസ് ചെയ്യാം. പതിയെ അയച്ചു കൊണ്ടുവരാം. ആ നാഡീസ്പന്ദനങ്ങൾ തലച്ചോറിലേക്ക് യാത്ര ചെയ്യുന്നതായി അറിയാം. ശിരസിൽ ആ നാഡീസ്പന്ദനങ്ങളെ അറിയാനായി ശ്രമിക്കാം. വീണ്ടും പതിയെ നമ്മളുടെ വിരലുകളൊന്ന് അമർത്തിക്കൊണ്ടുവരാം. ചിന്മയ മുദ്രയിൽ
താഴത്തെ 3 വിരലുകൾ പതിയെ പ്രസ് ചെയ്യുക. കൈകളിൽ അനുഭവപ്പെടുന്ന സെൻസേഷൻ നിരീക്ഷിക്കുക. നാഡീസ്പന്ദനം നിരീക്ഷിക്കുക. പതിയെ റിലീസ് ചെയ്യുക. ആ നാഡീസ്പന്ദനം ശിരസിലേക്ക് കൈകളിലൂടെ കടന്നു പോകട്ടെ. വീണ്ടും സാവധാനം കൈകൾ ഒന്ന് അമർത്തി പിടിക്കാം. താഴത്തെ വിരലുകൾ ഉള്ളം കൈയിലേക്ക് പതിയെ ഒന്ന് പ്രസ് ചെയ്യുക. കൈകളിൽ അനുഭവപ്പെടുന്ന നാഡിമിടിപ്പുകളെ നിരീക്ഷിക്കുക. ഊർജ സ്പന്ദനത്തെ അറിയുക. 2 കൈയിലും ഇപ്പോൾ ശക്തമായ ഊർജ വിന്യാസം നടക്കുന്നത്. ഊർജത്തിൻ്റെ തുടിപ്പ് 2 കൈകളിലും മുദ്രയിൽ ഇപ്പോൾ നാം അറിയുന്നുണ്ട്. കൈ പതിയെ റിലീസ് ചെയ്യുക. ആ ഊർജ ചലനം പതിയെ കൈകളിലൂടെ കഴുത്തിലൂടെ ശിരസിലേക്ക് പോകുന്നതായി അറിയുക. ശിരസിൽ ഊർജവിന്യാസം അറിയുക. കൈവിരലുകൾ മലർത്തി വയ്ക്കാം. മുദ്രയിൽ നിന്ന് കൈകൾ ഒഴിവാക്കാം. ഫീൽ ദ സെൻസേഷൻ. ശിരസിൽ അനുഭവപ്പെടുന്ന മാറ്റത്തെ നിരീക്ഷിക്കുക. ആദിമുദ്ര. പെരുവിരൽ ചെറുവിരലിൻ്റെ താഴെ സ്പർശിച്ച് മറ്റ് 4 വിരലുകൾ പെരുവിരലിൻ്റെ മുകളിലായി മടക്കി വയ്ക്കാം. 4 വിരലുകൾ പെരുവിരലിൻ്റെ മുകളിൽ പതിയെ ഒന്ന് പ്രസ് ചെയ്യുക. കൈയുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന നാഡീസ്പന്ദനത്തെ നിരീക്ഷിക്കുക. ഫീൽ ദ സെൻസേഷൻ. പതിയെ പ്രസ് ചെയ്യുക. അമിതമായി ബലം പിടിക്കാൻ പാടില്ല. പതിയെ ആ 4 വിരലുകളൊന്ന് റിലീസ് ചെയ്യുക. പ്രാണസ്പന്ദനം കൈകളിലൂടെ ശിരസിലേക്ക് പോവുകയും ശിരസിൽ പ്രാണന്റെ സ്പന്ദനം കൂടി വരികയും ചെയ്യുന്നതറിയുക. പതിയെ കൈകൾ മുറുക്കുക. ഒന്ന് ചെറുതായിട്ട് പ്രാണന്റെ ചലനം കൈകളിലേക്ക് വരുന്നതറിയുക. വളരെ സാവധാനം, അമിതമായി മുറുക്കുക. സ്പന്ദനം കിട്ടാൻ വേണ്ടി മാത്രം. വീണ്ടും പതിയെ റിലീസ് ചെയ്യുക. കൈ അയയുമ്പോൾ പൂർണ്ണമായി ആ സ്പന്ദനം ശിരസിലേക്ക് പോകുന്നതായി അറിയുക. വീണ്ടും കൈകളുടെ മുഷ്ടി പതിയെ അമർത്തുക. പ്രാണസ്പന്ദനത്തെ അറിയുക. 2 കൈകളിലും ശക്തമായ ഊർജ പ്രവാഹം ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. പതിയെ കൈകൾ റിലീസ് ചെയ്യുക. ആ ഊർജം കൈകളിലൂടെ കഴുത്തിലൂടെ ശിരസിലേക്ക് വരികയും ശിരസിലെ ഓരോ കോശങ്ങളിലും ആ ഊർജ വിന്യാസം, ആ പ്രാണന്റെ തുടിപ്പ് അറിയുകയും ചെയ്യുക. കൈകൾ മലർത്തി വയ്ക്കുക. ആ ഊർജ വിന്യാസത്തെ ഇപ്പോൾ ശിരസിൽ അറിയുക. നമസ്കാർ മുദ്ര. കൈകൾ തൊഴുത് നെഞ്ചിന് മുകളിൽ പിടിക്കുക. നെഞ്ചിന് മുകളിൽ കൈകൾ തൊഴുത് പിടിക്കുക. നമ്മുടെ കൈകളുടെ ഉള്ളിൽ പ്രാണസ്പന്ദനത്തെ അറിയാൻ ശ്രമിക്കുക. കൈകൾ നെഞ്ചിന് മുകളിൽ തൊഴുത് പിടിക്കാം. 2 കൈയുടെയും ഉള്ളിൽ പ്രാണന്റെ തുടിപ്പിനെ അറിയാനായി ശ്രമിക്കൂ. കൈകളുടെ ഉള്ളിൽ ഒരു നല്ല വിങ്ങൽ അനുഭവപ്പെടുന്നു. വിരലുകളെല്ലാം ചേർന്ന് സ്പർശിച്ചിരിക്കട്ടെ. കൈകൾ സ്പർശിച്ചിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ആ ഊർജത്തിൻ്റെ തുടിപ്പ്, പ്രാണന്റെ സ്പന്ദനം നമുക്ക് അറിയുവാനായി കഴിയും. നമ്മുടെ പ്രാണസ്പന്ദനവും ഹൃദയസ്പന്ദനവും ഒരേ താളത്തിലാണെന്നറിയുക. പെരിയ കൈകളൊന്ന് അകറ്റുകയും അടുപ്പിക്കുകയും ചെയ്യുക.
കൈയുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന കാന്തിക ആകർഷണ വികർഷണം നിരീക്ഷിക്കുക. കൈകൾ സാവധാനത്തിൽ അടുപ്പിക്കുകയും അകറ്റുകയും ചെയ്യുക. ഉള്ളം കൈയിൽ അനുഭവപ്പെടുന്ന കാന്തിക ആകർഷണ വികർഷണം നിരീക്ഷിക്കുക. ആകർഷണത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ കൈകൾ അടുപ്പിക്കണം. കൈ അടുത്ത് വന്നതിന് ശേഷം വീണ്ടും അകറ്റുമ്പോൾ ആകർഷണം അറിയണം. ആകർഷണം നഷ്ടപ്പെടുമ്പോൾ വീണ്ടും കൈകൾ അടുപ്പിച്ചുകൊണ്ട് കാന്തിക ആകർഷണം കൂടി വരുന്നതായി അറിയുക. കൈകൾ അടുപ്പിച്ചു കൊണ്ടുവരാം. കൈകൾ പതിയെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. നമ്മുടെ ഒരു കയ്യിൽ ഒരു ബോൾ ഉണ്ടെന്ന് സങ്കല്പിച്ച് പതിയെ അതിനെ ഒന്ന് ഉരുട്ടുന്നത് പോലെ കയ്യിൽ വെച്ച് ക്ലോക്ക് വൈസ് പതിയെ കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. നമ്മുടെ കൈയുടെ ഉള്ളിലൂടെ പ്രാണൻ വട്ടത്തിൽ കറങ്ങുന്നതായി അറിയുക. പതിയെ മൂവ് ചെയ്യുക. സ്പീഡ് വേണ്ട, സ്പീഡ് കുറച്ച്, വളരെ സാവധാനം. പ്രാണൻ കൈയുടെ ഉള്ളിലൂടെ വട്ടത്തിൽ യാത്ര ചെയ്യുന്നത് അറിയുക. ക്ലോക്ക് വൈസ്. ഫീൽ ദ എനർജി മൂവ്മെന്റ്സ്. ആന്റി ക്ലോക്ക് വൈസ്. നേരെ എതിർ ദിശയിലേക്ക്, നേരെ തിരിച്ച് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കൈകൾ റൊട്ടേറ്റ് ചെയ്യുക. പ്രാണൻ തിരിഞ്ഞു കറങ്ങുന്നതായി അറിയുക. ഊർജം, കൈയുടെ ഉള്ളിൽ ഊർജം അത് വിപരീത ദിശയിൽ കറങ്ങുന്നതായി അറിയുക. വലിയ കൈകൾ മലർത്തി ശരീരത്തിൻ്റെ വശങ്ങളിൽ ഒരടി അകലത്തിലായി വയ്ക്കാം. കൈകളിൽ അനുഭവപ്പെടുന്ന, ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഊർജ്ജസ്പന്ദനത്തെ നിരീക്ഷിക്കുക. പതിയെ നമ്മുടെ ശ്രദ്ധയെ വലത് കാലിൻ്റെ അഗ്രഭാഗത്തേക്ക് കൊണ്ടുവരാം. വലത് കാലിൻ്റെ അഗ്രഭാഗം. വലത് കാലിൻ്റെ ഓരോ വിരലുകളും കാണുക. തള്ളവിരൽ, രണ്ടാമത്തെ വിരൽ, മൂന്നാമത്തെ വിരൽ, നാലാമത്തെ വിരൽ, അഞ്ചാമത്തെ വിരൽ. വിരലിൻ്റെ താഴ്ഭാഗം നിരീക്ഷിക്കൂ. അവിടെ അനുഭവപ്പെടുന്ന പ്രാണസ്പന്ദനത്തെ അറിയുക. പ്രാണന്റെ തുടിപ്പ് ഇപ്പോൾ നമ്മൾ 5 വിരലുകളുടെയും താഴെയായി അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ആ പ്രാണൻ വിരലുകളിലൂടെ താഴെ കാൽപാദങ്ങളിലേക്ക് ഒഴുകി വരുന്നതായി അറിയുക. കാൽപാദങ്ങളിൽ ഇപ്പോൾ പ്രാണന്റെ തുടിപ്പ് അറിയുന്നുണ്ട്. വലത് കാലിൻ്റെ ഉപ്പൂറ്റിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. ഇപ്പോൾ വലത് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ താഴ്ഭാഗത്തായി പ്രാണന്റെ സ്പർശനം നാം അറിയുന്നുണ്ട്. പ്രാണൻ ഉപ്പൂറ്റിയുടെ താഴെ നിന്ന് പതിയെ കാൽമുട്ടിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുന്നതായി അറിയുക. കാഫ് മസിൽസിലൂടെ കാൽമുട്ടുകളുടെ ഭാഗത്തേക്ക് പ്രാണൻ ഒഴുകി വരുന്നതായി അറിയുക. കാൽമുട്ടിൽ നിന്ന് തുടയുടെ താഴ്ഭാഗത്തുകൂടി അരക്കെട്ടിലേക്ക് പ്രാണൻ ഒഴുകി വരുന്നതായി അറിയുക. ബട്ടക്സ്, വലത് ബട്ടക്സിന്റെ താഴ്ഭാഗത്തായി പ്രാണ സാന്നിധ്യത്തെ അറിയുക. വലത് അരക്കെട്ടിൽ പ്രാണന്റെ സാന്നിധ്യം അറിയുക. ഉടലിന്റെ വലത് ഭാഗത്ത് താഴ്ഭാഗത്തായിട്ട് പ്രാണസാന്നിധ്യത്തെ അറിയുക. അരക്കെട്ടിന് മുകളിൽ, നട്ടെല്ലിന്റെ വലതുഭാഗം താഴെ, വാരിയലിന്റെ ഭാഗം,
വലത് തോൾപ്പലകയുടെ ഭാഗത്തേക്ക് പ്രാണൻ കടന്നു വരുന്നതായി അറിയുക. വലത് തോൾക്കുഴയിൽ പ്രാണസാന്നിധ്യത്തെ അറിയുക. ശ്രദ്ധയെ വലത് കൈവിരലുകളിലേക്ക് കൊണ്ടുവരിക. വലത് കൈയുടെ വിരലുകളുടെ അഗ്രഭാഗത്ത് പ്രാണന്റെ സാന്നിധ്യം അറിയുക. പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ ഇവയുടെ അഗ്രഭാഗങ്ങളിൽ പ്രാണസ്പന്ദനത്തെ അറിയുക. കൈയുടെ വിരലുകളുടെ പിന്നിൽ നഖത്തോട് ചേർന്ന് പ്രാണസ്പന്ദനത്തെ അറിയുക. കൈവിരലുകളുടെ നഖത്തോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളിൽ പ്രാണസ്പന്ദനത്തെ അറിയുക. കൈവിരലുകളുടെ പുറം ഭാഗത്ത് പ്രാണസ്പന്ദനത്തെ അറിയുക. വലത് കൈയുടെ പിൻഭാഗത്തായി പ്രാണസ്പന്ദനത്തെ അറിയുക. മണിബന്ധം, വലത് കൈയുടെ മണിബന്ധത്തിൽ പ്രാണസ്പർശനത്തെ അറിയുക. ആ പ്രാണസ്പന്ദനം കൈയുടെ താഴ്ഭാഗത്തുകൂടി കൈമുട്ടിൻ്റെ ഭാഗത്തേക്ക് ഒഴുകി വരുന്നതായി അറിയുക. വലത് കൈമുട്ടിൽ പ്രാണസ്പന്ദനത്തെ അറിയുക. വലത് കൈമുട്ടിൽ നിന്ന് മുകളിലേക്ക് വലത് തോളിൻ്റെ താഴ്ഭാഗത്തേക്ക് പ്രാണൻ ഒഴുകി വരുന്നതായി അറിയുക. കൈകളിലൂടെ ആ പ്രാണൻ തോൾ ഭാഗത്ത് വന്ന് യോജിക്കട്ടെ. താഴേന്ന് വന്ന പ്രാണനുമായി കൈയിലൂടി വന്ന പ്രാണൻ തോൾക്കുഴകളിൽ സന്ധിക്കുന്നതായി അറിയുക. ആ പ്രാണൻ ഷോൾഡർ ബ്ലേഡിൻ്റെ മുകൾ ഭാഗത്തുകൂടി കഴുത്തിൻ്റെ പിൻഭാഗത്തേക്ക് കടന്നു വരട്ടെ. കഴുത്തിൻ്റെ വലത് സൈഡിൽ പിൻഭാഗത്തായി പ്രാണസ്പർശനത്തെ അറിയുക. ശിരസ്സുമായി ചേരുന്ന ഭാഗം ശിരസിൻ്റെ പിൻഭാഗത്ത് വലതുവശത്ത് പ്രാണസാന്നിധ്യത്തെ അറിയുക. ഇപ്പോൾ തലച്ചോറിൻ്റെ വലത് സൈഡിൽ പ്രാണന്റെ തുടിപ്പ് അനുഭവപ്പെടുന്നു. ശിരോമധ്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. പ്രാണനെ ശിരോമധ്യത്തിൽ കാണുക. തലച്ചോറിൻ്റെ വലത് പകുതിയിൽ പ്രാണസ്പന്ദനത്തെ അറിയുക. ശ്രദ്ധയെ നെറ്റിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക. നെറ്റിയുടെ വലത് ഭാഗത്ത് പ്രാണനെ അറിയുക. പുരികങ്ങളിൽ പ്രാണസാന്നിധ്യം അറിയുക. കൺപോളകളിൽ പ്രാണന്റെ സാന്നിധ്യം അറിയുക. വലത് കണ്ണിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. വലത് ചെവിയിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. വലത് കവിൾത്തടങ്ങളിൽ പ്രാണന്റെ തുടിപ്പിനെ അറിയുക. വലത് നാസികയിൽ പ്രാണസാന്നിധ്യം അറിയുക. വലത് മേൽചുണ്ടിൽ പ്രാണന്റെ സാന്നിധ്യം അറിയുക. വലത് കീഴ്ചുണ്ടിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. താടിയെല്ലിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. മുഖത്തിന്റെ വലതു ഭാഗത്ത് പൂർണ്ണമായി പ്രാണസാന്നിധ്യത്തെ അറിയൂ. വലത് കഴുത്തിന്റെ മുകൾ ഭാഗം ശ്രദ്ധിക്കുക. പ്രാണന്റെ സാന്നിധ്യത്തെ കഴുത്തിന് മുകളിലായി അറിയുക. കഴുത്തിന്റെ വലതു ഭാഗം. വലത് കോളർ ബോണിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. വലത് ഷോൾഡർ ജോയിൻസിലേക്ക് ശ്രദ്ധ. വലത് ഷോൾഡർ ജോയിൻസിൽ പ്രാണന്റെ സാന്നിധ്യം അറിയുക. വലത് ഉള്ളംകൈയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. വലത് ഉള്ളംകൈ. വലത് ഉള്ളംകൈയിൽ പ്രാണന്റെ ശക്തമായ തുടിപ്പിനെ ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. നല്ല വിങ്ങൽ അനുഭവപ്പെടുന്നു. ഉള്ളംകൈയിൽ അനുഭവപ്പെടുന്ന പ്രാണസ്പന്ദനം മണിബന്ധങ്ങളിലേക്ക് കടന്നു വരുന്നതായി അറിയുക. കൈയുടെ മുകൾ ഭാഗത്തുകൂടി കൈമുട്ടിന്റെ ഭാഗത്തേക്ക് പ്രാണൻ കടന്നു വരുന്നതായി അറിയുക. കൈമുട്ട് വരെയുള്ള ഭാഗത്ത് പ്രാണന്റെ തുടിപ്പ് അനുഭവപ്പെടുത്തി. കൈമുട്ടിൽ നിന്ന് മുകൾ ഭാഗത്തുകൂടി തോളിൻ്റെ
കുഴകളിലേക്ക് പ്രാണൻ ഒഴുകി വരുന്നതായി അറിയുക. മുകളിൽ കൂടി വന്ന പ്രാണനുമായി കയ്യിലൂടി വന്ന പ്രാണൻ യോജിക്കുന്നതായി അറിയുക. തോൾക്കുഴകളിൽ പ്രാണന്റെ ശക്തമായ പ്രവാഹത്തെ അറിയുക. ആ പ്രാണപ്രവാഹം വലത് നെഞ്ചിലേക്ക് വ്യാപിക്കുന്നതായി അറിയുക. വലതു നെഞ്ചിൽ പ്രാണന്റെ ശക്തമായ തുടിപ്പ് അനുഭവപ്പെടുന്നതായി അറിയുക. വാരിയെല്ലുകൾ, വലത് വാരിയെല്ലുകളുടെ താഴ്ഭാഗത്തേക്ക് പ്രാണൻ കടന്നു വരുന്നതായി അറിയുക. വലത് ഡയഫ്രത്തിന് താഴെ ഉദരഭാഗത്ത് പ്രാണന്റെ സ്പന്ദനത്തെ അറിയുക. ഉദരത്തിന്റെ വലത് ഭാഗത്ത് പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ അറിയുക. വലത് ഇടുപ്പെല്ലിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. കാലുകൾ യോജിക്കുന്ന ഭാഗം. വലത് തുടയുടെ മുകളിലൂടി പ്രാണൻ പതിയെ കാൽമുട്ടിന്റെ ഭാഗത്തേക്ക് ഒഴുകി പോകുന്നതായി അറിയുക. വലത് കൊതുമ്പല്ലിന്റെ മുകളിലൂടി, അസ്ഥിയുടെ മുകളിലൂടി ആംഗിൾ ജോയിൻസിലേക്ക് പ്രാണൻ കടന്നു വരുന്നതായി അറിയുക. വലത് കാൽപാദത്തിന്റെ കുഴകളിൽ പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യം അറിയുക. പ്രാണൻ കാൽപാദത്തിന് മുകളിലേക്ക് ഒഴുകി പടർന്നു വരുന്നതായി അറിയുക. കാൽപാദത്തിന് മുകളിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. പ്രാണൻ ഓരോ വിരലുകളിലേക്കും കയറി വിരലിന്റെ അഗ്രഭാഗത്ത് യോജിക്കുന്നതായി അറിയുക. വലതുകാലിന്റെ വിരലുകളുടെ അഗ്രഭാഗത്ത് പ്രാണസ്പന്ദനത്തെ അറിയുക. വലത് സൈഡിൽ പൂർണ്ണമായി ഇപ്പോൾ ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നതായി അറിയുക. ശരീരത്തിന്റെ വലതു ഭാഗത്ത് സമ്പൂർണമായി ഇപ്പോൾ ഒരു വിങ്ങൽ, തുടിപ്പ്, ശക്തമായ ഊർജപ്രവാഹം ഇപ്പോൾ നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ശരീരത്തിന്റെ ഇടതു ഭാഗത്തെ അപേക്ഷിച്ച് വലതു ഭാഗം ഇപ്പോൾ വളരെ സക്രിയമാണ്. ശ്രദ്ധയെ ഇടതുകാലിലേക്ക് കൊണ്ടുവരാം. ഇടത് കാലിന്റെ വിരലുകളുടെ അഗ്രഭാഗം നിരീക്ഷിക്കുക. ഒരു വിരൽ, രണ്ടാമത്തെ വിരൽ, മൂന്നാമത്തെ വിരൽ, നാലാമത്തെ വിരൽ, അഞ്ചാമത്തെ വിരൽ. 5 വിരലുകളുടെയും പിൻഭാഗത്തായിട്ട് ശ്രദ്ധിക്കൂ. വിരലുകളുടെ അഗ്രം, പിൻഭാഗം. അവിടെ അനുഭവപ്പെടുന്ന പ്രാണസ്പന്ദനത്തെ നിരീക്ഷിക്കൂ. ഇടത് കാലിന്റെ വിരലുകളിൽ പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ അറിയുക. പ്രാണൻ കാൽവെള്ളകളിലേക്ക് ഒഴുകി ഇറങ്ങി വരട്ടെ. ഇടത് കാൽപാദങ്ങളിൽ, കാൽവെള്ളയിൽ പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ അറിയുക. കാലിന്റെ ഉപ്പൂറ്റിയുടെ താഴ്ഭാഗത്തായി പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. പതിയെ കാഫ് മസിൽസിന്റെ താഴെ കൂടി കാൽമുട്ടിന്റെ പിൻഭാഗത്തേക്ക് പ്രാണൻ കടന്നു വരുന്നതായി അറിയുക. ഇടത് കാൽമുട്ടിന്റെ പിൻഭാഗത്തായി പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. പ്രാണൻ തുടയിലൂടെ, തുടയുടെ താഴ്ഭാഗത്തുകൂടി നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്തേക്ക് വരുന്നതായി അറിയുക. ഇടത് ബട്ടക്സിൽ പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ അറിയുക. ഇടത് അരക്കെട്ടിൽ പ്രാണ സാന്നിധ്യത്തെ അറിയുക. നട്ടെല്ലിന്റെ ഇടതു ഭാഗത്ത് വാരിയെല്ലുകളുടെ താഴ്ഭാഗത്തായി പ്രാണൻ കടന്നു വരുന്നതായി അറിയുക. വാരിയെല്ലുകളിലൂടെ പതിയെ പിന്നിൽ തോൾപ്പലകളുടെ ഭാഗത്തേക്ക് പ്രാണൻ കടന്നു വരും. ഭൂമിയിൽ സ്പർശിച്ചിരിക്കുന്ന ശരീരഭാഗത്തുകൂടി തോൾപ്പലകകളിലൂടെ തോൾപ്പലകയുടെ മുകൾ ഭാഗത്തേക്ക് പ്രാണൻ കടന്നു. ഇടത് കൈയുടെ സന്ധികളിൽ, കൈക്കുഴകളിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക.
ശ്രദ്ധയെ ഇടത് കൈ വിരലുകളിലേക്ക് കൊണ്ടുവരിക. ഇടത് കൈ വിരലുകളുടെ അഗ്രഭാഗത്ത് പ്രാണസാന്നിധ്യത്തെ അറിയുക. പെരുവിരൽ, ചൂണ്ടുവിരൽ, നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ. വിരലിന്റെ പിൻഭാഗത്ത് നഖത്തോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങളിൽ പ്രാണസാന്നിധ്യം, പ്രാണന്റെ തുടിപ്പിനെ അറിയുക. കൈവിരലുകളുടെ പുറം ഭാഗത്ത് സ്പന്ദനത്തെ അറിയുക. പ്രാണസ്പന്ദനത്തെ കൈവിരലുകളുടെ പിൻഭാഗത്തായി അറിയുക. കൈയുടെ പുറം ഭാഗത്ത് മണിബന്ധം വരെയുള്ള ഭാഗങ്ങളിൽ പ്രാണസ്പന്ദനത്തെ അറിയുക. മണിബന്ധത്തിൽ നിന്ന് കൈമുട്ടിന്റെ ഭാഗത്തേക്ക് പ്രാണൻ ഒഴുകി വരുന്നതായി അറിയുക. മുട്ടിന് താഴ്ഭാഗം, മുട്ടിന് താഴെ നിന്ന് പതിയെ മുകളിലേക്ക് തോൾക്കുഴകളിലേക്ക് പ്രാണൻ കടന്നു വരുന്നതായി അറിയുക. താഴേന്ന് വന്ന പ്രാണനുമായി തോൾക്കുഴകളിൽ പ്രാണൻ സന്ധിക്കട്ടെ. കയ്യിൽ നിന്ന് വന്ന പ്രാണൻ താഴേന്ന് വന്ന പ്രാണനുമായി തോൾക്കുഴകളിൽ സന്ധിക്കട്ടെ. പ്രാണൻ തോളിൻ്റെ മുകൾ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. കഴുത്തിൻ്റെ ഇടത് ഭാഗത്ത് പ്രാണന്റെ സാന്നിധ്യം അറിയുക. കഴുത്തിൻ്റെ ഇടത് ഭാഗത്ത് കൂടി ശിരസ്സുമായി ചേരുന്ന ഭാഗത്ത് പ്രാണന്റെ സ്പന്ദനം അറിയുക. ശിരസിൻ്റെ ഇടത് ഭാഗത്ത് നിലത്ത് സ്പർശിച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ പ്രാണസ്പന്ദനത്തെ അറിയുക. ശിരോമധ്യത്തിൽ പ്രാണനെ അറിയുക. തലച്ചോറിൻ്റെ ഇടത് ഭാഗത്ത് പ്രാണസ്പന്ദനത്തെ നിരീക്ഷിക്കുക. തലച്ചോറിൻ്റെ ഇടത് ഭാഗത്ത് പ്രാണസ്പന്ദനത്തെ അറിയുക. നെറ്റിയുടെ മുകളിലേക്ക് പ്രാണൻ കടന്നു വരട്ടെ. നെറ്റിയുടെ ഇടതുഭാഗത്ത് പ്രാണസ്പന്ദനത്തെ അറിയുക. ഇടത് പുരികം, കൺപോളകൾ, ഇടത് കണ്ണിൽ പ്രാണന്റെ സാന്നിധ്യം അറിയുക. ഇടത് ചെവി, കവിൾത്തടങ്ങൾ, ഇടത് നാസിക, ഇടത് മേൽചുണ്ട്, ഇടത് കീഴ്ചുണ്ട്, താടിയുടെ ഇടത് ഭാഗത്ത് പ്രാണസാന്നിധ്യം അറിയുക. മുഖത്തിന്റെ ഇടത് ഭാഗത്ത് പൂർണ്ണമായി നിറഞ്ഞ പ്രാണസാന്നിധ്യത്തെ അറിയുക. പ്രാണൻ കഴുത്തിന് മുകൾ ഭാഗത്തേക്ക് വരുന്നതായി അറിയുക. കഴുത്തിന്റെ വലതു ഭാഗത്തു കൂടി കോളർ ബോണിന്റെ ഭാഗത്തേക്ക് പ്രാണൻ ഒഴുകി വരുന്നതായി സങ്കല്പിക്കുക. കോളർ ബോൺ, വലത് കൈക്കുഴകളിലേക്ക് പ്രാണൻ വരട്ടെ. ഇടത് കൈക്കുഴകളിലേക്ക് പ്രാണൻ വരട്ടെ. ഇടത് കൈയുടെ വിരലുകളുടെ അഗ്രഭാഗം, ഉള്ളംകൈ നിരീക്ഷിക്കുക. ഇടത് ഉള്ളംകൈയിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. ശക്തമായ പ്രാണന്റെ തുടിപ്പ്, പ്രാണസ്പന്ദനം ഇപ്പോൾ ഇടത് കൈയിൽ അറിയുന്നുണ്ട്. ഇടത് മണിബന്ധത്തിൽ പ്രാണസാന്നിധ്യം അറിയുക. പ്രാണൻ കൈമുട്ടിന് മുകൾ ഭാഗത്തേക്ക് കടന്നു വരുന്നതായി അറിയുക. കൈമുട്ടിലൂടി പതിയെ തോളിന്റെ മുകൾ ഭാഗത്തേക്ക് പ്രാണൻ ഒഴുകി വരട്ടെ. മുകളിൽ നിന്ന് വന്ന പ്രാണനുമായി കൈയിലൂടി വരുന്ന പ്രാണൻ യോജിക്കട്ടെ. ഇടത് കൈക്കുഴകളിൽ പ്രാണന്റെ സംഗമത്തെ അറിയുക. ഇടത് നെഞ്ചിൽ പ്രാണൻ വ്യാപിക്കുന്നതായി അറിയുക. ഇടത് നെഞ്ചിലൂടി ഇടത് വാരിയലിന്റെ ഭാഗത്തേക്ക് പ്രാണൻ ഒഴുകി വരട്ടെ. താഴത്തെ വാരിയലിന്റെ ഭാഗം, ഇടത് ഡയഫ്രം, ഡയഫ്രത്തിന് താഴെ ഉദരഭാഗത്ത് പ്രാണസ്പന്ദനത്തെ അറിയുക. ഉദരത്തിന്റെ ഇടത് ഭാഗം, ഇടത് ഹിപ്പ് ജോയിന്റ്സ്, കാലുകൾ യോജിക്കുന്ന ഭാഗത്ത് പ്രാണസ്പന്ദനത്തെ അറിയുക.
പ്രാണൻ ഇടത് തുടയുടെ മുകളിലൂടെ കാൽമുട്ടിലേക്ക് ഒഴുകി ഇറങ്ങുന്നതായി അറിയുക. ഇടത് കാൽമുട്ടിൽ പ്രാണന്റെ സാന്നിധ്യം അറിയുക. ഇടത് കൊതുമ്പല് ഇടത് കാൽമുട്ടിന്റെ അസ്ഥിയുടെ മുകളിലൂടെ പ്രാണന് താഴേക്ക് കാൽപാദങ്ങളിലേക്ക് വരട്ടെ. ഇടത് ആംഗിൾ ജോയിൻസ്. ഇടത് കാലിന്റെ പുറഭാഗം ഇടത് കാലിന്റെ പുറം ഭാഗത്തേക്ക് പ്രാണൻ പ്രവേശിക്കുന്നതായി അറിയുക. ഇടത് കാൽപാദങ്ങളിൽ പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യം അറിയുക. കാൽപാദങ്ങളിൽ നിന്ന് കാൽവിരലുകളിലേക്ക് പ്രാണൻ പ്രവേശിക്കട്ടെ. പതിയെ കാൽവിരലുകളുടെ അഗ്രഭാഗത്ത് പ്രാണനെ അറിയുക. ആരംഭിച്ച ഭാഗത്ത് പ്രാണൻ സന്ധിക്കുന്നതായി അറിയുക. ഇപ്പോൾ നമ്മുടെ ഇടത് സൈഡിൽ ശക്തമായ പ്രാണസ്പന്ദനം അനുഭവപ്പെടുന്നുണ്ട്. നല്ല തുടിപ്പ് ഇപ്പോൾ ശരീരത്തിന്റെ ഇടത് ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്. മുഴുവൻ ശരീരത്തിലും ഒരു ഊർജ സ്പന്ദനം ഇപ്പോൾ നമുക്ക് കാണാം. നമ്മുടെ ശ്രദ്ധയെ ഇരു കാലുകളുടെയും 10 വിരലുകളിലേക്കും കൊണ്ടുവരിക. തരുവിരൽ, രണ്ടാമത്തെ വിരൽ, മൂന്നാമത്തെ വിരൽ, നാലാമത്തെ വിരൽ, അഞ്ചാമത്തെ വിരൽ. എല്ലാ വിരലുകളിലും പ്രാണന്റെ തുടിപ്പിനെ അറിയുക. വിരലുകളുടെ പിൻഭാഗത്ത് പ്രാണന്റെ ശക്തമായ മിടിപ്പിനെ അറിയുക. പ്രാണന്റെ മിടിപ്പ് പതിയെ കാലിന്റെ വെള്ളകളിലേക്ക് ഒഴുകി 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 വരട്ടെ. കാൽ വെള്ളകളിൽ ശക്തമായ പ്രാണന്റെ തുടിപ്പിനെ അറിയുക. കാലിന്റെ ഉപ്പൂറ്റിയുടെ താഴ്ഭാഗത്തേക്ക് പ്രാണൻ ഒഴുകി വരട്ടെ. ഇരു കാലുകളുടെയും ഇരു ഉപ്പൂറ്റികളുടെയും താഴ്ഭാഗത്തായി പ്രാണന്റെ ശക്തമായ പ്രവാഹത്തെ അറിയുക. ഉപ്പൂറ്റിയുടെ താഴെ കൂടി നിലത്ത് പതിഞ്ഞു കിടക്കുന്ന കാഫ് മസിൽസിന്റെ ഭാഗത്തുകൂടി പ്രാണൻ ഒഴുകി കാൽമുട്ടിന്റെ ഭാഗത്തേക്ക് വരട്ടെ. കാൽമുട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ശക്തമായ പ്രാണപ്രവാഹത്തെ അറിയൂ. മുട്ടിന്റെ താഴ്ഭാഗത്ത് നിലത്ത് പതിഞ്ഞു കിടക്കുന്ന തുടയുടെ ഭാഗത്തുകൂടി പ്രാണൻ ഒഴുകി നമ്മുടെ ബട്ടക്സിന്റെ ഭാഗത്തേക്ക് വരട്ടെ. ഇടത് അരക്കെട്ടിലേക്ക് പ്രാണൻ കടന്നു വരട്ടെ. അപ്പോൾ ഇടത് അരക്കെട്ട് വരെയുള്ള ഭാഗങ്ങളിൽ ശക്തമായ പ്രാണന്റെ തുടിപ്പിനെ നമ്മൾ അറിയുന്നുണ്ട്. ഇരു കാലുകളിലും നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ശരീരഭാഗത്തിൽ ശക്തമായ പ്രാണന്റെ സ്പന്ദനം ഇപ്പോൾ അനുഭവപ്പെടുന്നു. കാലുകൾ വിറയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അരക്കെട്ടിന് മുകളിലേക്ക് പ്രാണൻ ഒഴുകുന്നതായി അറിയുക. വാരിയെല്ലുകളുടെ ഭാഗത്ത് പെരിയ വാരിയെല്ലുകളുടെ ഭാഗത്ത് നിന്ന് മുകളിലേക്ക് തോൾപ്പലകകളുടെ ഭാഗത്തേക്ക് പ്രാണൻ വരുന്നതായി അറിയുക. നിലത്ത് സ്പർശിച്ചു കിടക്കുന്ന പുറം ഭാഗത്തുകൂടി പ്രാണൻ ഒഴുകി ഒഴുകി മുകളിലേക്ക് 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 വരികയാണ്. ഇടത് തോൾപ്പലകകളിൽ നിറഞ്ഞ പ്രാണസാന്നിധ്യം അറിയുക. ഇടത് തോൾക്കുഴ നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് പ്രാണന്റെ ശക്തമായ സ്പന്ദനത്തെ അറിയുക. ശ്രദ്ധയെ കൈവിരലുകളിലേക്ക് കൊണ്ടുവരിക. കൈവിരലുകളുടെ അഗ്രഭാഗം, കൈവിരലുകളുടെ നഖങ്ങളുമായി ചേർന്നിരിക്കുന്ന ഭാഗം നിരീക്ഷിക്കൂ. കൈയുടെ പുറം ഭാഗം നഖങ്ങളുമായി ചേർന്നിരിക്കുന്ന വിരലുകളുടെ ഭാഗത്ത് പ്രാണന്റെ ശക്തമായ തുടിപ്പിനെ അറിയുക. വിരലുകളുടെ മുകളിലൂടി പ്രാണൻ കൈയുടെ പുറം ഭാഗത്തേക്ക് വരട്ടെ. പ്രാണൻ കൈയുടെ പുറം ഭാഗത്തുകൂടി മണിബന്ധ ഭാഗത്തേക്ക് കടന്നു വരുന്നതായി അറിയുക. മണിബന്ധത്തിന് മുകളിലേക്ക് കൈയുടെ പിന്നിൽ പൂർണ്ണമായി പ്രാണന്റെ ചലനത്തെ അറിയുക. മണിബന്ധത്തിന് മുകളിലേക്ക് പ്രാണൻ നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗത്തുകൂടി ഒഴുകി ഒഴുകി കൈമുട്ടിന് പിന്നിലേക്ക് വരട്ടെ. കൈമുട്ടിന്റെ പിൻഭാഗത്ത് പ്രാണനെ അറിയുക. വീണ്ടും നിലത്ത് പതിഞ്ഞു കിടക്കുന്ന ഭാഗത്തുകൂടി മുകളിലേക്ക് തോൾപ്പലകകളുടെ ഭാഗത്തേക്ക് പ്രാണൻ കടന്നു വരട്ടെ.
തോൾക്കുഴകളിൽ താഴെ നിന്ന് വന്ന പ്രാണനുമായി കയ്യിൽ കൂടി കടന്നു വരുന്ന പ്രാണൻ യോജിക്കും. ഇപ്പോൾ തോൾ വരെയുള്ള ഭാഗത്ത് പ്രാണന്റെ ശക്തമായ സാന്നിധ്യത്തെ അറിയുക. കഴുത്തിന് മുകൾ ഭാഗം, തോളിന് മുകൾ ഭാഗത്തായി കഴുത്തിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് പ്രാണസാന്നിധ്യത്തെ അറിയുക. കഴുത്തിന്റെ പിൻഭാഗത്ത് ശക്തമായ പ്രാണസാന്നിധ്യം അറിയുക. കഴുത്തിന്റെ പിൻഭാഗം, കഴുത്ത് ശിരസ്സുമായി ചേരുന്ന ഭാഗത്ത് പ്രാണന്റെ തുടിപ്പിനെ അറിയൂ. ശിരസിന്റെ പിൻഭാഗത്ത് പ്രാണസ്പന്ദനം അറിയൂ. ശിരസിന്റെ പിൻഭാഗം, ശിരോമധ്യത്തിലേക്ക് പ്രാണൻ കടന്നു വരട്ടെ. തലച്ചോറിന്റെ ഇരുഭാഗത്തും ശക്തമായ പ്രാണന്റെ തുടിപ്പ്, വിങ്ങൽ അനുഭവപ്പെടും. തലച്ചോറിൽ പ്രാണസ്പന്ദനത്തെ അറിയുക. തലച്ചോറിന്റെ ഇരു പകുതികളിലും ഇപ്പോൾ പ്രാണസ്പന്ദനത്തെ നാം അറിയുന്നുണ്ട്. നെറ്റിയിലേക്ക് പ്രാണൻ കടന്നു വരട്ടെ. നെറ്റിയുടെ മുകൾ ഭാഗത്തായി പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ അറിയുക. പ്രാണസ്പന്ദനത്തെ അറിയുക. ഇരു പുരികങ്ങളിലും പ്രാണസ്പന്ദനത്തെ അറിയുക. കൺപോളകളിൽ, കണ്ണിൽ, ഇരു കണ്ണുകളിലും പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ അറിയുക. ഇരു കവിൾത്തടങ്ങളിലും പ്രാണസാന്നിധ്യത്തെ അറിയുക. ഇരു ചെവിയിലും പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. ഇരു താടിയെല്ലുകളിലും പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. ഇരു നാസികയിലും പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. മേൽചുണ്ട്, കീഴ്ചുണ്ട്, താടിയുടെ മുൻഭാഗങ്ങളിൽ പ്രാണന്റെ സാന്നിധ്യത്തെ അറിയുക. മുഴുവൻ മുഖത്തും പ്രാണൻ നിറഞ്ഞു നിൽക്കുന്നതായി അറിയുക. പ്രാണന്റെ ശക്തമായ വിങ്ങൽ, തുടിപ്പ്, ചലനം ഇപ്പോൾ നമ്മളുടെ മുഖത്തെ ഓരോ കോശങ്ങളിലും നാം അറിയുന്നുണ്ട്. പ്രാണൻ കഴുത്തിന്റെ മുകൾ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. കഴുത്തിലൂടി തൊണ്ടക്കുഴിയുടെ ഭാഗത്തേക്ക് പ്രാണൻ ഒഴുകിയിറങ്ങട്ടെ. കഴുത്തിൽ ശക്തമായ പ്രാണന്റെ സാന്നിധ്യം അറിയുക. കോളർ ബോണിന്റെ മുകളിലൂടി കൈക്കുഴകളുടെ മുകളിലേക്ക് പ്രാണൻ ഒഴുകി വരട്ടെ. കൈക്കുഴകളിൽ പ്രാണസാന്നിധ്യം അറിയുക. ശ്രദ്ധയെ ഇരു ഉള്ളം കൈയിലേക്കും കൊണ്ടുവരിക. രണ്ട് കൈയുടെയും ഉൾഭാഗം നിരീക്ഷിക്കുക. ഉള്ളം കൈയിൽ ഇപ്പോൾ ശക്തമായ പ്രാണന്റെ വിങ്ങൽ അനുഭവപ്പെടുന്നു. ശക്തമായ പ്രാണന്റെ ചലനം, കൈകൾ വിറയ്ക്കുന്നത് പോലെ. കൈയുടെ മണിബന്ധത്തിൽ പ്രാണസാന്നിധ്യം അറിയുക. കൈയുടെ മുകളിലൂടെ കൈമുട്ടിലേക്ക് പ്രാണൻ ഒഴുകി വരട്ടെ. കൈമുട്ടിൽ നിന്ന് മുകളിലേക്ക് തോൾക്കുഴകളിലേക്ക് വന്ന പ്രാണൻ അവിടെ യോജിക്കട്ടെ. ഇപ്പോൾ ഇരു കൈകളും വിറയ്ക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ശക്തമായ ഊർജപ്രവാഹം നമുക്ക് ഇരു കൈകളിലും അറിയാം. പ്രാണൻ നെഞ്ചിലേക്ക് കടക്കട്ടെ. നെഞ്ചിൽ പ്രാണൻ വ്യാപിക്കുന്നതായി അറിയുക. ഹൃദയത്തിന്റെ തുടിപ്പിനെ അറിയുക. പ്രാണൻ വാരിയലുകളുടെ താഴ്ഭാഗത്തേക്ക് കടന്നു വരുന്നതായി അറിയുക. ഡയഫ്രം വരെയുള്ള ഭാഗങ്ങളിൽ പ്രാണൻ നിറഞ്ഞു നിൽക്കുന്നതായി അറിയുക. ഡയഫ്രത്തിന് താഴെ ഉദരത്തിലേക്ക് പ്രാണൻ ഇറങ്ങട്ടെ. ഉദരഭാഗത്ത് പ്രാണന്റെ ശക്തമായ സാന്നിധ്യത്തെ അറിയുക. നാഭീഭാഗത്ത് പ്രാണസാന്നിധ്യത്തെ അറിയുക. അരക്കെട്ടുകളിലേക്ക് പ്രാണൻ ഒഴുകിയിറങ്ങട്ടെ. രണ്ട് കാലുകളുടെയും ഹിപ്പ് ജോയിൻസ്, കാലിന് മുകളിലൂടി, തുടകളുടെ മുകളിലൂടി പ്രാണൻ താഴേക്ക് കാൽമുട്ടിലേക്ക് വരുന്നതായി അറിയൂ. കാൽമുട്ടിന് മുകളിലായി പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ അറിയുക. മുട്ടിന് താഴെ അസ്ഥികളുടെ മുകളിലൂടി പ്രാണൻ കാൽപാദങ്ങളിലേക്ക് വരുന്നതായി അറിയുക. ആംഗിൾ ജോയിൻസിൽ പ്രാണന്റെ നിറഞ്ഞ സാന്നിധ്യത്തെ അറിയുക.
പ്രാണൻ കാൽപാദങ്ങളുടെ മുകളിലേക്ക് പ്രവേശിക്കട്ടെ. കാലിൻ്റെ പുറം ഭാഗത്ത് ശക്തമായ പ്രാണന്റെ തുടിപ്പറിയൂ. പ്രാണൻ കാൽവിരലുകളിലേക്ക് കടന്ന് കാൽവിരലിൻ്റെ അഗ്രഭാഗത്ത് പ്രാണൻ ആരംഭിച്ച ഭാഗത്ത് അവസാനിക്കുന്നതായി അറിയുക. ഇപ്പോൾ നമ്മളുടെ ശരീരം ഊർജത്താൽ പൂർണ്ണമായി യോജിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സമ്പൂർണ്ണ ശരീരത്തിലും വ്യാനന്റെ സാന്നിധ്യത്തെ അറിയുക. മുഴുവൻ ശരീരത്തിലും ഇപ്പോൾ ഒരു വിങ്ങൽ അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ഇടതുഭാഗവും വലതുഭാഗവും നിരീക്ഷിക്കുക. പ്രാണന്റെ തുടിപ്പ് കുറഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് പ്രാണൻ ശക്തമായി നിൽക്കുന്ന ഭാഗത്തു നിന്ന് പ്രാണൻ ഒഴുകി വരുന്നതായി സങ്കല്പിക്കുക. എവിടെയെങ്കിലും പ്രാണന്റെ തുടിപ്പ് ശരീരത്തിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതലുള്ള ഭാഗത്തു നിന്ന് ഊർജം ആ കുറവുള്ള ഭാഗത്തേക്ക് ഒഴുകി വരുന്നതായി സങ്കല്പിക്കുക. ശരീരത്തിന്റെ ഇടതു പകുതിയും വലതു പകുതിയും നിരീക്ഷിക്കുക. എവിടെയാണോ പ്രാണസാന്നിധ്യം കുറഞ്ഞത് അവിടേക്ക് പ്രാണൻ ഒഴുകി വന്ന് ഒരേ രീതിയിൽ പ്രാണന്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നതായി അറിയുക. ശരീരത്തിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും നിരീക്ഷിക്കുക. പ്രാണൻ ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നതായി അറിയുക. എവിടെയെങ്കിലും പ്രാണന്റെ കുറവ് അനുഭവപ്പെട്ടാൽ കൂടുതലുള്ള ഭാഗത്തു നിന്ന് അവിടേക്ക് പ്രാണൻ ഒഴുകി വന്ന് പ്രാണന്റെ സമ്പൂർണമായ വ്യാപനം അറിയുക. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിൽ പ്രാണൻ ഒരുപോലെ ആയിരിക്കുകയാണ്. മുഴുവൻ ശരീരത്തിലും പ്രാണൻ ഒരുപോലെ, പാദം മുതൽ ശിരസ് വരെ, ശിരസ് മുതൽ കൈവിരലുകളുടെ അഗ്രം വരെ പ്രാണൻ നിറഞ്ഞു നിൽക്കുന്നു. മുഴുവൻ ശരീരങ്ങളിലും ഊർജത്തിന്റെ വിങ്ങൽ അനുഭവപ്പെടുന്നു. ഒരു വിറയൽ പോലെ മുഴുവൻ ശരീരം. മുഴുവൻ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ആ പ്രാണസ്പന്ദനത്തെ നിരീക്ഷിക്കുക. അതിൽ അല്പസമയം അങ്ങനെ തന്നെ തുടരുക.
നമ്മുടെ ശ്രദ്ധയെ പതിയെ ശ്വാസഗതിയിലേക്ക് കൊണ്ടുവരാം. നമ്മുടെ ഉള്ളിലേക്ക് പോകുന്ന ശ്വാസത്തെയും പുറത്തേക്ക് പോകുന്ന ശ്വാസത്തെയും അറിയുക. സങ്കല്പ. പവിത്രമായൊരു സങ്കല്പത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. എനിക്ക് നല്ല ഉണർവും ആരോഗ്യവും അനുഭവപ്പെടുന്നത്. എനിക്ക് നല്ല ഉണർവും ആരോഗ്യവും അനുഭവപ്പെടുന്നു. എനിക്ക് നല്ല ഉണർവും ആരോഗ്യവും അനുഭവപ്പെടുന്നുണ്ട്. Feel the happiness. ദീർഘമായി ശ്വാസം എടുത്ത് 3 തവണ ഓംകാരം. ദീർഘമായി ശ്വാസം എടുക്കാം. ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഊർജ വിന്യാസത്തെ അറിയുക. വീണ്ടും ദീർഘമായി ശ്വാസം എടുക്കാം. കൂടി ദീർഘമായി ശ്വാസം എടുക്കാം. Feel the changes. നമ്മൾ അനുഭവിക്കുന്ന ആനന്ദത്തെ, സുഖത്തെ അറിയുക. മുഴുവൻ ശരീരത്തിലും അനുഭവപ്പെടുന്ന ഊർജസ്പന്ദനത്തെ അറിയുക. സമ്പൂർണ്ണ ശരീരത്തിൻ്റെയും ഉണർവിനെ അറിയുക. വലിയ വലതുകാലിൻ്റെ പാദം ഒന്ന് ചലിപ്പിക്കുക. വലതുകാലിൻ്റെ വിരലുകളൊന്ന് സാവധാനം മടക്കി നിവർത്തുക. ഇടതുകാലിൻ്റെ വിരലുകളൊന്ന് മടക്കി നിവർത്തുക. 2 കാൽപാദങ്ങൾ മുന്നിലേക്കും പിന്നിലേക്കും ഒന്ന് ചലിപ്പിക്കുക. വലിയ കാൽപാദം ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇടത് കൈയുടെ വിരലുകളൊന്ന് മടക്കി നിവർത്തുക. മുഷ്ടി ഒന്ന് ചുരുട്ടി നിവർത്തുക. കൈയുടെ മുട്ടൊന്ന് മടക്കി നിവർത്തുക. പതിയെ നമ്മൾ വലതു ഭാഗത്തേക്കൊന്ന് ചരിഞ്ഞു കിടക്കുക. വലത് കൈ ശിരസിന് പിന്നിൽ, ഇടത് കാല് മടക്കി വലത് സൈഡിൽ ഉറങ്ങാൻ കിടക്കുന്നത് പോലെ കിടക്കുക. ഉറങ്ങാൻ കിടക്കുന്നത് പോലെ വലത് സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുക. ഒന്ന് ദീർഘമായി ശ്വാസം എടുത്തു വിടുക. പതിയെ 2 കൈയും നിലത്തൂന്നി പതിയെ എഴുന്നേറ്റിരിക്കാം. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. നട്ടൽ നിവർത്തിയിരിക്കാം. കണ്ണുകൾ അടഞ്ഞു തന്നെ. ഒന്ന് ദീർഘമായി ശ്വാസം എടുത്ത് ശ്വാസം ഒന്ന് ഹോൾഡ് ചെയ്ത് വളരെ സാവധാനം ഒന്ന് ശ്വാസം പുറത്തേക്ക് വിടൂ. ശരീരത്തിൻ്റെ മാറ്റത്തെ നിരീക്ഷിക്കൂ. നമ്മളിൽ ഉണ്ടായിട്ടുള്ള ഓരോ മാറ്റവും നിരീക്ഷിക്കുക. സൂക്ഷ്മങ്ങളായി നമ്മളിൽ അനുഭവപ്പെടുന്ന ഊർജസ്പന്ദനങ്ങളെ അറിയുക. മുഴുവൻ ശരീരത്തിലും ഊർജത്താൽ നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ മുഴുവൻ ശരീരവും ഇപ്പോൾ ഊർജത്താൽ നിറയ്ക്കപ്പെട്ടിരിക്കുകയാണ്.
നമുക്ക് നല്ല സുഖവും സന്തോഷവും അനുഭവപ്പെടുന്നുണ്ട്. നല്ല ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നുണ്ട്. ഒരിക്കൽ കൂടി ദീർഘമായി ശ്വാസമെടുത്ത് ഓംകാരം ഉച്ചരിക്കാം. ദീർഘമായി ശ്വാസം എടുക്കാം. വീണ്ടും ഓംകാര. വീണ്ടും ശാന്തി മന്ത്ര. स्वस्तिर्भवतु सर्वेषां शान्तिर्भवतु सर्वेषां पूर्णं भवतु सर्वेषां मङ्गलं भवतु. ॐ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु मा कश्चित् दुःखभाग् भवेत्. ॐ शान्ति शान्ति शान्ति. മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു വരട്ടെ. കണ്ണുകൾ പതിയെ ചിമ്മി തുറക്കാം. പുഞ്ചിരിയോടുകൂടി നമ്മുടെ കണ്ണുകൾ തുറന്ന് പ്രകാശവുമായി നമുക്ക് പതിയെ പതിയെ താതാത്മ്യം പ്രാപിക്കാം.